ഹലോ അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഈദ് സ്പെഷ്യൽ എന്തൊക്കെയാണ് ഇവിടെ ഉണ്ടാക്കിയെന്നുള്ളത് നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എല്ലാവർക്കും ബിലേറ്റഡ് ഈദ് മുബാറക്ക്. ഞങ്ങൾ വിട്ടുപോയി ഈദ് മുബാറക്ക് പറയാൻ, ടൈം കിട്ടിയില്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാവരോടും ഒരു സോറി പറയാണ്. അപ്പോൾ നമ്മൾ കായ്പോള ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ നാട്ടിൽ ഇത് എന്താ പറയുന്നതെന്ന് കമൻറ്റ് ചെയ്യണേ. ഞങ്ങൾ കായ്പോള എന്നാണ് പറയുന്നത്, ചില സ്ഥലത്തൊക്കെ കായ്പോള എന്ന് പറയുന്നുണ്ട്. പിന്നെ കോഴിക്കോടൊക്കെ ബനാന കേക്ക് എന്നാണെന്ന് തോന്നുന്നു പറയുന്നത്. അങ്ങനെ ഓരോ പേരുണ്ടാവുമല്ലോ. അപ്പോൾ നമ്മൾ കായ്പോള എന്നാണ് കേട്ടോ പറയുന്നത്. ഞങ്ങൾ പെരുന്നാളിന് അങ്ങനെ സ്ഥിരമായിട്ട് ഉണ്ടാക്കാറില്ല ഇത്, പക്ഷേ ഇടയ്ക്ക് ഉണ്ടാക്കും. അധികവും നമ്മൾ കസ്റ്റാർഡാണ്, ഫ്രൂട്ട് കസ്റ്റാർഡാണ് ഉണ്ടാക്കാറ്. പക്ഷേ ഈ പ്രാവശ്യം ഒന്ന് മാറ്റിപ്പിടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ കുറച്ച് കായ്പോള, പിന്നെ അതുപോലെ ക്യാരറ്റ് പോള, പിന്നെ ഇറച്ചിപ്പോള, ഈ പ്രാവശ്യം മൊത്തം പോളയിലാണ് പിടിച്ചത്. അപ്പോൾ കായ്പോള ഉമ്മ തന്നെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മുടെ വീടിൻ്റെ ഇവിടെ കൊച്ചിയിൽ നമ്മുടെ വീടിൻ്റെ അടുത്തൊക്കെയുള്ള വീട്ടിൽ നമ്മളിങ്ങനെ പെരുന്നാളിന് എന്തെങ്കിലുമൊക്കെ കൊടുക്കാറുണ്ട്. അധികവും നമ്മൾ കസ്റ്റാർഡൊക്കെ ഉണ്ടാക്കുമ്പോൾ അത് തന്നെ കൊടുക്കുമായിരുന്നു. പിന്നെ നെയ്ച്ചോറും ഒക്കെ ഉണ്ടാക്കുമ്പോൾ അതൊന്നും കുറച്ച് കൊടുക്കും. ഇപ്രാവശ്യം നമ്മളിങ്ങനെ സ്നാക്സ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ പൊതുവേ നമ്മൾ ഇത്ര സ്നാക്സ് ഉണ്ടാക്കാറില്ല, കാരണം എല്ലാവരും ഒന്നിച്ചുണ്ടാവാറില്ല. പക്ഷേ ഈ പ്രാവശ്യം ഞങ്ങളെല്ലാവരും ഒന്നിച്ചുണ്ടായിരുന്നു. അതായത് ഞങ്ങൾ 3 മക്കളും ഉണ്ടായിരുന്നു. അപ്പോൾ കുറേ കാലത്തിന് ശേഷമാണ് ഞങ്ങളെല്ലാവരും കൂടി ഒത്തുകൂടുന്നത്. അപ്പോൾ നല്ലൊരു പെരുന്നാളായിരുന്നു. പിന്നെ ഇതേ ക്യാരറ്റ് പോള ഞങ്ങൾ ആദ്യമായിട്ടാണ് കേട്ടോ ട്രൈ ചെയ്യുന്നത്. കായ്പോള പിന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്, ക്യാരറ്റ് പോള ആദ്യമായിട്ടായിരുന്നു ട്രൈ ചെയ്യുന്നത്. നല്ല സിമ്പിളാണ്, പക്ഷെ നല്ല ടേസ്റ്റിയാണ് കേട്ടോ. ഞങ്ങൾ ആദ്യമായിട്ട് ഉണ്ടാക്കുകയാണെങ്കിലും ഇത്ര നന്നായി വരുമെന്ന് വിചാരിച്ചില്ല. നല്ല ടേസ്റ്റാണ്. ഉണ്ടാക്കാത്ത ആൾക്കാർ ജസ്റ്റ് ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ, നല്ല ടേസ്റ്റാണ്. ഉണ്ടാക്കാനും സിമ്പിളാണ്, ഒരുപാട് സാധനങ്ങളൊന്നും വേണ്ട. ക്യാരറ്റും അതുപോലെ തന്നെ മുട്ടയും പഞ്ചസാരയും പാൽപ്പൊടിയും മാത്രം മതി. നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ആണല്ലോ, അത് വെച്ച് നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാം. ഞങ്ങൾ യൂട്യൂബിൽ നോക്കിയിട്ടായിരുന്നു കേട്ടോ ഉണ്ടാക്കിയത്. പിന്നെ അത് നമ്മുടെ കായ്പോള റെഡി ആയിട്ടുണ്ട്. പിന്നെ അതിനുശേഷം ഉമ്മ ക്യാരറ്റ് പോള ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നട്ട്സും അതുപോലെ, അതായത് കാഷ്യൂ നട്ടും റൈസിൻസൊക്കെ ഇങ്ങനെ വാട്ടിയെടുത്തിട്ട് അതിലേക്ക് മിക്സാക്കിയിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ 2 കായ്പോള ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, കാരണം അടുത്ത വീട്ടിലൊക്കെ കൊടുക്കണമല്ലോ. പിന്നെ നമുക്കും കഴിക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങൾക്കൊക്കെ കായ്പോള ഇഷ്ടമാണ്, അങ്ങനെ അതും ഉണ്ടാക്കി. ക്യാരറ്റ് പോള ഏകദേശം സെറ്റായി വന്നിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഈ കായ്പോള ഒരു പീസ് ഇങ്ങനെ കട്ട് ചെയ്ത് കഴിച്ചു. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ചൂടോടെ ആയിരുന്നു കഴിച്ചത്. ചൂടോടെ കഴിക്കുന്നതിനേക്കാളും എനിക്ക് കുറച്ചും കൂടി നല്ലതായിട്ട് തോന്നിയത് തണുത്തതിന് ശേഷമാണ്. ചൂടൊക്കെ മാറിയതിന് ശേഷം കഴിക്കുമ്പോഴായിരിക്കും കുറച്ചും കൂടി ടേസ്റ്റ് എന്നാണ് എനിക്ക് തോന്നിയത്. പിന്നെ ഇതിൻ്റെ പേര് ഇറച്ചിപ്പോള. ഇതും നിങ്ങളെല്ലാവരും ഉണ്ടാക്കിയിട്ടുണ്ടാവും. ഞാൻ ഇറാനി പോളൊക്കെ ഉണ്ടാക്കാറുണ്ട്. ഈ സംഭവം ഇത് ബ്രെഡും പാലും വെച്ചിട്ടാണ് ഇതിൻ്റെ ബാറ്റർ ഉണ്ടാക്കിയത്. അപ്പോൾ അതിൻ്റെ ഇടയിലേക്ക് ഈ ചിക്കൻ്റെ മസാല വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇതും നമ്മൾ ആദ്യമായിട്ടായിരുന്നു ഉണ്ടാക്കിയത്. ഉമ്മ തന്നെ യൂട്യൂബ് നോക്കി ഉണ്ടാക്കിയായിരുന്നു കേട്ടോ. ഈ പ്രാവശ്യം ഞാനൊന്നും എൻ്റെ വക ഒന്നും ഉണ്ടാക്കിയില്ല. സാധാരണ എൻ്റെ വക ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കാറുണ്ട്, ഈ പ്രാവശ്യം ഒന്നും ഉണ്ടാക്കിയില്ല. നമുക്ക് ബിരിയാണിക്ക് വേണ്ട ചിക്കൻ അവിടെ പൊരിക്കാൻ വെച്ചിട്ടുണ്ട്. സൈഡിൽ കൂടെ നമ്മൾ ഉള്ളിയും വെളുത്തുള്ളിയും ഒക്കെ മുറിച്ചെടുക്കണം മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ചിക്കൻ ആദ്യത്തെ ബാച്ച് പൊരിച്ച് കഴിഞ്ഞു, രണ്ടാമത്തെ ബാച്ച് ഇങ്ങനെ പൊരിക്കാനിട്ട് കൊടുക്കുകയാണ്. എനിക്ക് ഇത് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇതിങ്ങനെ എണ്ണയിൽ കിടന്ന് പൊരിയുന്നത് കാണാൻ നല്ല ഭംഗിയാണ്. ആദ്യത്തെ ബാച്ച് പൊരിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇറച്ചിപ്പോളയും ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. ഇറച്ചിപ്പോളയും അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇതൊക്കെ നമ്മൾ യൂട്യൂബ് നോക്കിയിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയത്. യൂട്യൂബ് ഉള്ളതുകൊണ്ട് അങ്ങനെ ഒരു ഉപകാരമുണ്ട്, എന്ത് വേണമെങ്കിലും നമുക്ക് ആ സ്പോട്ടിൽ ഉണ്ടാക്കാം. ഉമ്മാക്ക് ഓരോന്ന് പുതിയതൊക്കെ പരീക്ഷിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. മുമ്പൊക്കെ ഇങ്ങനെ പുതിയത് ഓരോന്നൊക്കെ ഉണ്ടാക്കി ഞങ്ങൾക്ക് തരുമായിരുന്നു. യൂട്യൂബ് നോക്കിയിട്ട് ഓരോന്നിങ്ങനെ പരീക്ഷിക്കുമായിരുന്നു. ഇപ്പോൾ പക്ഷേ അതിനൊക്കെ കുറച്ച് മടിയുണ്ട്, എല്ലാം ഒന്നും പരീക്ഷിക്കാറില്ല. ചിലത് മാത്രം ഇങ്ങനെ വല്ലപ്പോഴും ഉണ്ടാക്കും. ഞങ്ങൾ പണ്ടൊക്കെ ലക്ഷദ്വീപിലുള്ള ആ ടൈമിൽ നാട്ടിൽ അങ്ങനെ ഫ്രൈഡ് റൈസോ കാര്യങ്ങളൊന്നും കിട്ടുമായിരുന്നില്ല, സ്കൂളിൽ പഠിക്കുന്ന ടൈമിലൊക്കെ. അപ്പോൾ ആ ടൈമിൽ ഉമ്മ ഞങ്ങൾക്ക് ഫ്രൈഡ് റൈസൊക്കെ ഉണ്ടാക്കി തരുമായിരുന്നു. ഇങ്ങനെ എവിടെന്നെങ്കിലും റെസിപ്പി കിട്ടുമ്പോൾ അത് നോക്കി ഉണ്ടാക്കി തരും. അപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു അതൊക്കെ കഴിക്കാൻ പറ്റുന്നത്. വല്ലപ്പോഴും ഞങ്ങളിങ്ങനെ കേരളത്തിലേക്ക് ട്രീറ്റ്മെൻറ്റിനൊക്കെ വർഷത്തിലൊരിക്കൽ വരും. അപ്പോൾ ആ ടൈമിൽ മാത്രമായിരുന്നു ഞങ്ങൾ കഴിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഉമ്മ ഉണ്ടാക്കി തരുമ്പോൾ നല്ല സന്തോഷമായിരുന്നു. അങ്ങനെ എപ്പോഴും കിട്ടാറില്ലല്ലോ, അങ്ങനെയാണ്. ഇപ്പോൾ എല്ലാം അവൈലബിൾ ആണ് കേട്ടോ, ലക്ഷദ്വീപിൽ എല്ലാ ഫുഡ് ഐറ്റംസും കിട്ടുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ
ചട്നിയും കൂടി ചമ്മന്തിയും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ പുതിയൊരു വീഡിയോ വരാം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ബൈ.